നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 അവസാനിക്കാൻ പോവുകയാണല്ലോ. നമ്മൾ അവസാന മാസത്തിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണക്കെടുപ്പിൻ്റെ സമയമാണ്. ഈ കഴിഞ്ഞു പോയ മാസം നവംബർ മാസത്തിൽ ഏറ്റവും അധികം ഫുട്ബോൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട കളിക്കാരൻ ആരാണ്? വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങളുണ്ടാവും. എന്തായാലും ലിയോ മെസ്സി ആ ലിസ്റ്റിൽ തലപ്പത്തുണ്ടാകും. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇൻ്റർ മയാമി MLS കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു ഡാറ്റ പുറത്തുവിടുന്നുണ്ട്. അവരുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലുമായിട്ട് ഓൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഡൊമൈൻസിലായിട്ട് ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നോക്കിയ വ്യൂ ചെയ്ത പ്രൊഫൈൽ ആരുടേതാണ് നോക്കാം നമുക്ക്. അതിൽ 10 പേരുടേതാണ് കൊടുത്തിരിക്കുന്നത്. 10ാം സ്ഥാനത്ത് ഹാരി കെയ്നാണ്. ഏതാണ്ട് 75 മില്യൺ യൂറോ ആണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഉള്ളത്. ആ താരത്തെ കാണാൻ വേണ്ടിയിട്ടാണ്, ആ താരത്തിൻ്റെ പ്രൊഫൈൽ നോക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ വന്നതിൽ 10ാം സ്ഥാനം. പിന്നെ തൊട്ട് പുറകിലുള്ളത് പാഡോട്ടാണ്. 22 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് മൂല്യം. പക്ഷേ അദ്ദേഹത്തെ കാണാനാണ്, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കാനാണ് കൂടുതൽ ആളുകൾ വന്നതിൽ 9ാം സ്ഥാനം. 7ാം സ്ഥാനത്താണ് നെയ്മർ ജൂനിയർ. താരത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 11 മില്യൺ യൂറോയാണ്. ഈ വ്യൂവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം 8ാം സ്ഥാനത്ത് വരുന്നു. ലാമിനെ യമാലാണ് 7ാം സ്ഥാനത്ത്. ഫുട്ബോൾ ലോകത്ത് അദ്ദേഹത്തിൻ്റെ താരമൂല്യം 200 മില്യൺ യൂറോ കാണിക്കുന്നു. അത്രയധികം താരമൂല്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വ്യൂ ചെയ്യാൻ വന്നതിൻ്റെ കണക്കിൽ 7ാം സ്ഥാനമാണ്. 6ാം സ്ഥാനത്ത് ലെവൻഡോസ്കി വരുന്നു. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 10 മില്യൺ യൂറോയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വ്യൂ നോക്കുമ്പോൾ 6ാം സ്ഥാനമാണ്. 5ാം സ്ഥാനത്ത് വിക്ടർ ഒസിംഹെൻ ഉണ്ട്. താരത്തിൻ്റെ മാർക്കറ്റ് മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 75 മില്യൺ യൂറോയാണ്. ഏതായാലും ഈ പ്രൊഫൈൽ വ്യൂവിൽ അദ്ദേഹം 5ാം സ്ഥാനത്ത് വരുന്നു. 4ാം സ്ഥാനത്താണ് കിലിൻ എംബാപ്പെ. 180 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത്. പ്രൊഫൈൽ വ്യൂവിൽ അദ്ദേഹം 4ാം സ്ഥാനത്ത് വരുമ്പോൾ 3ാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡ്. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് മൂല്യവും 180 മില്യൺ യൂറോയാണ് കണക്കാക്കിയിരിക്കുന്നത്. സിറ്റിയുടെ നോർവീജിയൻ സൂപ്പർ താരത്തിൻ്റെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തത് ആളുകളുടെ കണക്ക് നോക്കുമ്പോൾ 3ാമതാണ് വരുന്നത്. 2ാമത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. 12 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത്. 2ാമതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വിസിറ്റിൻ്റെ കണക്ക് വരുന്നത്. 1ാമത് ലിയോ മെസ്സിയാണ്. 18 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കാണാനാണ് നവംബർ മാസത്തിൽ ഏറ്റവും അധികം ആളുകൾ വന്നത്. 1 മെസ്സി. അപ്പോൾ ഏറ്റവും അധികം മോസ്റ്റ് വ്യൂഡ് പ്ലെയർ പ്രൊഫൈൽസ് നോക്കുമ്പോൾ 1 മെസ്സി, 2 റൊണാൾഡോ, 3 ഹാലൻഡ്, 4 എംബാപ്പെ, 5 വിക്ടർ ഒസിംഹെൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.